കൊറോണ ടൈമിൽ എല്ലാവരും പടം ചെയ്യുന്നു. അപ്പോൾ ഇനി വെറുതെ ഇരുന്നാൽ ശരിയാവില്ല, ഒരു പടം എന്തായാലും ചെയ്തേ പറ്റൂ. അതാണ് ഫസ്റ്റ് ഒരു ക്രൈറ്റീരിയൻ. പിന്നെ ഇങ്ങനൊരു ചെറിയൊരു മെസ്സേജ് ഉമ്മച്ചിയുടെ ഫോണിലാണ് രാഹുൽ സദാശിവൻ അയച്ചത്. അതിലെനിക്കൊരു ചെറിയൊരു വിഷ്വൽ കണ്ടു. അതായത് ഒരു നോർമൽ ഗോസ്റ്റ് ഇതല്ല, ഒരു സം എനർജി ഇതുപോലെ. പക്ഷെ അത് കണ്ടാൽ ഭയങ്കര പേടിയാവും. അങ്ങനെ ഒരു വീഡിയോ ഓഫ് എ ഗോസ്റ്റ് പാസിങ്. പക്ഷെ ഭയങ്കര ഈറിയാണ്, എന്തോ ഒരു പ്രശ്നം തോന്നിക്കുന്നുണ്ട്, എന്നാൽ ഗോസ്റ്റിനെ കാണിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഓക്കെ എന്താണെന്ന് കേൾക്കാമെന്ന് പറഞ്ഞ് കഥ കേട്ടു. കഥ കേട്ട് കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഓക്കെ ഇനി ഇതിപ്പോൾ നമുക്ക് ഓണാക്കണമെങ്കിൽ എന്തായാലും ഒരു പ്രൊഡക്ഷൻ സിനാരിയോ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ടൈമിൽ അമ്പുക്കാനെ ഒന്ന് വിളിച്ചു നോക്കി, അൻവർ റഷീദ്. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ അതിനെന്താ കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളി എടുത്ത് പറഞ്ഞത് ഇതൊന്ന് കേട്ടിട്ട് പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് തരാമെന്ന് ചോദിച്ചിട്ട് ആ രീതിയിലാണ് ഞാൻ പോണത്. അപ്പോൾ ഈ കഥ കേട്ട് പുള്ളിക്കാരൻ പറഞ്ഞു നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്പുക്കയും കൂടെ എന്നുള്ള രീതിയിൽ അതങ്ങനെ ഓണായി. രാഹുലേട്ടൻ്റെ കൃത്യമായിട്ട് ഓരോ ഷോട്ടും വരച്ചിട്ടൊക്കെയാണ് പുള്ളി വന്നത്. അതായത് അങ്ങനത്തെ വർക്കിംഗ് ഞാൻ മുമ്പ് എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു പരിപാടി അതൊക്കെ എനിക്കൊരു പുതിയൊരു ഇതായിരുന്നു. അതായത് ഒരു വിദേശത്തുള്ള സ്കൂളിൽ ഫിലിം സ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വേ ഓഫ് മേക്കിംഗ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പിന്നെ എല്ലാം നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ രേവതി മാം ഒന്നും പറയണ്ടല്ലോ, നമുക്ക് ആ ഒരു സീനിൽ ആ ഒരു ആർട്ടിസ്റ്റ് നിൽക്കുമ്പോൾ അതാ പറഞ്ഞത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സീൻ അവിടെ നടക്കുകയാണ്. നമ്മളതിലിങ്ങനെ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് മാത്രമേ വരുന്നുള്ളൂ. ഗംഭീര അനുഭവമായിരുന്നു അത്. ഇതിന് ശേഷം ഞാൻ കേട്ടിട്ടുണ്ട് ഭൂതകാലം പോലെ ഒരു സിനിമ ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റോളാണോ, ആ സിനിമയുടെ ആ ഒരു ആ പേടിപ്പിക്കുന്ന ഇതാണോ, എന്താണ്? അത് വേറെ കൊണ്ടല്ല, ഒരു ഭയങ്കര ഇൻറ്റൻസ് ആണ് ഈ പ്രോസസ്സ്. അത് എനിക്ക് അത്രയും അത് കുറേ നമ്മൾ കൊടുക്കേണ്ടി വരും, കുറേ അതിനകത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടി വരും. ആ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്കൊക്കെ പോകാനും ഒക്കെ ആയിട്ട് അത് എപ്പോഴും അത് ഭയങ്കര ഹെൽത്തി അല്ല. ഇടയ്ക്കൊക്കെ ഇത് ചെയ്യണോണ്ടും രസമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അത് ഈസി ആയിട്ട് പിടിക്കാൻ, എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഡിറ്റാച്ച് നിന്നുകൊണ്ട് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അന്നും ഈ പറഞ്ഞ പോലെ. പക്ഷെ അത് അൾട്ടിമേറ്റ്ലി നമ്മളെ എവിടെയൊക്കെ നമ്മളത് ബാധിക്കും. ആ ക്യാരക്ടറിൻ്റെ അവസ്ഥയുമൊക്കെ ഒരു ഡാർക്ക്നെസ് ഉള്ളിൽ ഇങ്ങനെ കിടക്കും. എനിക്ക് തോന്നുന്നു അത് അത്രയും നല്ലതല്ല. ഇടയ്ക്കൊക്കെ കുഴപ്പമില്ല. അങ്ങനെ ആ ക്യാരക്ടറിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നോ? അങ്ങനത്തെ ബുദ്ധിമുട്ടിൻ്റെ അല്ല, അത് ചെയ്യുന്ന ഒരു കാലഘട്ടവും പിന്നെ അതെ കുറച്ചുണ്ടാവും. ഒരു 2 മാസം അത് കഴിഞ്ഞിട്ടൊക്കെ എന്തോ ഒരു അൺഈസിനെസ് നമ്മളത് അനുഭവിക്കും. പക്ഷെ അത് ചെയ്തുകൊണ്ട് വേറൊരു ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, രാത്രിയൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ലൈറ്റ് ഇല്ലാത്തടത്ത് നമ്മൾ പോകാനൊക്കെ ഉള്ളൊരു ഭയമുണ്ട്. ഇപ്പോൾ ആ ഭയമൊക്കെ പോയി. കാര്യം കുറേ നമ്മൾ അഭിനയിച്ച് ഇല്ലാത്തത് കണ്ട് അഭിനയിച്ച് ആ ഒരു ഭയം പോയി എന്ന് പറയുന്നത്. ഇത് ബൾട്ടിക്ക് വേണ്ടി കബഡി ഒക്കെ ഫിസിക്കലി കുറച്ചുകൂടെ എഫേർട്ടൊക്കെ ആവശ്യമുള്ള സിനിമയല്ല. നേരത്തെ ഒരുപാട് മെന്റലി നമ്മൾ സംസാരിച്ചതുപോലെ ഇപ്പോൾ RDX ആണെങ്കിലും അതിനു വേണ്ടി കുറച്ച് കരാട്ടെ ബേസിക്സ് ഒക്കെ എന്തായാലും ട്രെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് ഈ ഫിസിക്കലി എഫേർട്ട് ഇട്ട് ഒരു പരിപാടി ചെയ്യുന്നത് അതും അടിപൊളിയാണ്, നല്ല സാധനം. ഇപ്പോൾ കുറേ പുതിയ കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ RDXലാണെങ്കിൽ ഫൈറ്റ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ അൻപറിവ് മാസ്റ്റേഴ്സ് വരുന്നു. അവർ പ്രത്യേകതരം ക്യാമറകൾ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്ത സാധനം ചിലപ്പോൾ ഇപ്പോൾ ഈവൺ ഒരു കിക്കായിരിക്കാം, അത് ചിലപ്പോൾ 1 or 2 സെക്കൻഡ്സിൽ ആ 1 or 2 സെക്കൻഡ്സിൽ നമുക്ക് കൺട്രോൾ എങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ഷേ ഈ പറയുന്ന ഫാൻറ്റം പോലത്തെ ഒരു ക്യാമറ ഷൂട്ട് ചെയ്ത് കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇത്രയും സ്ലോ മോഷനിൽ മറ്റേ 200 ഫ്രെയിംസിലൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള വേറെ സാധനം. അപ്പം ഞാൻ ഈ 2 സെക്കൻഡിൽ ചെയ്യുന്ന സാധനത്തിൽ എനിക്ക് ഭയങ്കരമായി കൺട്രോൾ കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ആ 2 സെക്കൻഡിൽ ചിലപ്പോൾ ഇങ്ങനെ കൈ വെച്ച് ചിലപ്പോൾ ഈ കൈ ഇങ്ങനെ നീട്ടണമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്നാലും അത് ക്യാമറ ഭംഗി ഉണ്ടാവുള്ളൂ. ഈ സാധനം ഞാൻ പഠിക്കുകയാണ് RDX പോലത്തെ ഒരു പാഠം. ഇപ്പോൾ ഇത് ബൾട്ടിയിലേക്ക് വരുമ്പോൾ കബഡി ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരു 20-25 ഡേയ്സ് കബഡി ട്രെയിനിങ് ഉണ്ടായി. അല്ലാണ്ട് ഒരു ഫ്ലിപ്പ് ട്രെയിനിങ് ഉണ്ടായി. ഇങ്ങനെയുള്ള എയർ ജമ്പ് പരിപാടി അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടി അതൊരു 10 to 15 ഡേയ്സ് ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ട് അതാണ് ഇത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇത് വിത്തിൻ സെക്കൻഡ്സിലുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു ഭയങ്കരമായ ഒരു അജിലിറ്റി വേണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ.
അതും രസമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊക്കെ പിന്നെ അത് നമ്മൾ കാണുമ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. കുറെ കൂടെ റിയലിസ്റ്റിക് സിനിമകൾ ചെയ്ത് വന്ന ഷെയ്ൻ ആർഡിക്സ് പോലെ സ്റ്റൈലൈസ്ഡ് ആക്ഷൻ അല്ലെങ്കിൽ സ്ലോ മോഷനിൽ ഷെയ്നിനെ തിയേറ്ററിൽ കാണുമ്പോൾ ഡു യു എൻജോയ് ദാറ്റ്? ലൈക്ക് ആളുകളുടെ അത് തന്നെയാണല്ലോ അൾട്ടിമേറ്റ്. അതും രസമാണ്. അത് അൾട്ടിമേറ്റ് നമ്മൾ പറയാൻ പാടില്ല, കാര്യം ഒന്നും അങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ടില്ല. തിയേറ്ററിൽ നമുക്ക് കിട്ടുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇപ്പൊ അത് പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ RDX കുറെ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ആക്ഷൻ പടം വന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഫാന്റസി പാട്ട് സീൻ. നമുക്ക് അതിനു മുമ്പ് വരെ ഇങ്ങനെ കാണിക്കുമ്പോൾ പൂ വരുന്നതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ അത് നിലവിൽ വന്നപ്പോഴത്തേക്കും അതെങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചത് വൈറലായ ഹിറ്റ് ഇന്നിപ്പോൾ ഭയങ്കരമായ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പക്ഷെ അത് തന്നെ ഞാൻ എനിക്ക് ഒരു 10 തവണ ചെയ്ത ആൾക്കാർക്ക് അത് ബോറടിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് അതൊരു ട്രിക്കി ഏരിയ ആണ്. അടുത്ത ചൂസിങ് നമുക്ക് ഓക്കെ ഇതാണ് വർക്കബിൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഞാൻ ചെയ്യാൻ പോയാലും അതൊരു പ്രശ്നമാകും. അൾട്ടിമേറ്റ്ലി ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കഥ പറയുന്ന ഒരാൾക്ക് അവൻ ഈ സിനിമ പറയണം, അവൻ ഈ സിനിമ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടാവും ചിലവർക്ക്. അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്കും അങ്ങനെ ഒരു സ്ട്രെങ്ത് തോന്നും കേൾക്കുമ്പോൾ തന്നെ, എന്തോ ഉണ്ടല്ലോ അല്ലെങ്കിൽ കൊള്ളാലോ എന്ന് തോന്നുന്ന ഒരു സാധനം വരും. അങ്ങനെയുള്ള പടവും അതാ ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ കംപ്ലീറ്റ്ലി മറ്റൊരു കൊമേഴ്ഷ്യൽ ചിന്തയിലേക്ക് കംപ്ലീറ്റ്ലി മാറാനും പറ്റില്ല, എന്നാൽ ഭയങ്കര പഴയ ഒരു ഓഫ് പരിപാടിയിലേക്കും പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു സ്പേസാണ് ഞാൻ തേടുന്നത്. ഈ നീലനിലയുടെ കാര്യം പറഞ്ഞില്ലേ, കഴിഞ്ഞ അതൊരു ഷെയ്നിന് ഫുൾ കൺവിക്ഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യുമ്പോൾ? ഇല്ലാതെ അതല്ലേ പറഞ്ഞത്, ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് പടച്ചോനെ ഇത് ട്രോളോ ഇനി അടുത്ത പരിപാടിയാകും ഈ ഭയത്തിലാണ് ഞാൻ ചെയ്യണത്. കാര്യം അത് ഞാൻ സമ്മതിക്കണോട്ടെ. എനിക്കിപ്പോൾ നമ്മുടെ നഹാസ് അന്നത് അങ്ങനെ ഫുള്ളായിട്ട് അത് പിടിച്ച് ചെയ്തല്ല. കാര്യം ഞാൻ പകുതി മനസ്സിലാണ്, എനിക്കറിയില്ല ഇത് എത്രത്തോളം പാട്ട് സീൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കണ സിറ്റുവേഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടി ഒരു ഡാൻസ് ഉണ്ടെന്നുള്ള അറിയാമായിരുന്നു. ഡാൻസ് നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തരം സാധനങ്ങൾ വരുമ്പോൾ അതൊരു സെൻസിറ്റീവ് ഏരിയ ആണ്. അത് പക്ഷേ ആ ടോട്ടാലിറ്റി കാണുമ്പോൾ നമ്മൾ അതിനെ എൻജോയ് ചെയ്യണം. അപ്പോൾ ബേസിക്കലി എനിക്ക് മനസ്സിലായത് ആൾക്കാർക്ക് എന്ത് സാധനം വൃത്തിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഫുള്ളി കൺവിക്ഷനിലൂടെ അത് കൊടുക്കുക എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ഇതേ സാധനം തന്നെ ചെയ്യണതിനപ്പുറത്തേക്ക് ആൾക്കാർ മറന്നുപോയ ചില ജോണേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ കാണണം എന്ന്, പക്ഷെ മറന്നുപോയി. നമ്മളൊരു ടൈമിൽ റിയലിസ്റ്റിക് സിനിമകൾ മാത്രം വന്നപ്പോൾ ഈ തരം കൊമേഴ്ഷ്യൽ എലമെന്റ്സിന് നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെയും ആൾക്കാർ കണ്ടപ്പോൾ ഓർത്തപ്പോൾ ഇഷ്ടം തോന്നിയതായിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ധാരണ എനിക്ക് ആ സമയത്ത് വന്നിരുന്നു. ഇതേപോലെ പൂർണ്ണമായ ഒരു കൺവിക്ഷൻ ഇല്ലാതെ ചെയ്ത് പ്ലസന്റ്ലി സർപ്രൈസ് ആയ സിനിമകളോ മൊമെന്റ്സോ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ RDX തന്നെ അതൊരു വലിയ എക്സാമ്പിളാണ്. ഈവൻ കുമ്പളങ്ങി നൈറ്റും ഒക്കെ പറയാലോ. കാര്യം ഈ ഒരു ലെവൽ ഓഫ് ഒരു ഡയലോഗ്സ് നമ്മളവിടെ പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞ കാര്യം പ്രഹസനമൊക്കെ പറഞ്ഞത് എനിക്ക് അത് പിന്നെ അതിങ്ങനെ ഒരു കൾട്ട് ഡയലോഗാണ് നമ്മൾ ചിന്തിക്കാൻ പോലും ഇല്ലല്ലോ. അങ്ങനെ നോക്കിയൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം ഇവൻ പറവയാണെങ്കിലും ഉണ്ട്. പറവയിൽ അവിടുത്തെ ക്ലൈമാക്സ് സീനിന് വേണ്ടി ഓടുമ്പോഴത്തേക്കും അത് വെറുതെ ഞാൻ അയാൾ ഇടിക്കാൻ വേണ്ടി ഓടുക എന്നുള്ള ചിന്തയിലുള്ളൂ. പക്ഷെ ആ ഓട്ടം പിന്നീട് ആൾക്കാർ ഇങ്ങനെ ഒരു ഒന്ന് പറയുമ്പോൾ ഇതിന് മാത്രം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ ഡയലോഗ് ഒന്ന് പറയാമോ? എന്ത് പ്രഹസനമാണ് സജി? എന്ത് പ്രഹസനാണ് സജി? അതൊക്കെ സ്പോട്ടിൽ ഇംപ്രൂവൈസ്ഡ് ആണോ? അല്ല, ഞങ്ങൾക്ക് തന്നതാണ്. ശ്യാമേട്ടൻ ഇങ്ങനെ പറയാൻ പറഞ്ഞത് തന്നെ അതിനകത്ത് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൂ മുഴുവനായിട്ടും. ശ്യാമേട്ടൻ എന്ത് പറയാൻ പറഞ്ഞത് പറഞ്ഞിട്ടുള്ളൂ ശരിക്കും. ഇല്ല അങ്ങനെയൊന്നുമില്ല. ആ സീൻ അവിടെ വന്ന് നിർത്തിയിട്ട് പറഞ്ഞു തരും, പിന്നെ അതങ്ങനെ പറയും. അതായത് അത്ര ഭയങ്കര ക്രിസ്പായിട്ട് ഇങ്ങനെയെന്ന് പറയൂല. അതാണ് നമുക്കൊരു ഫ്രീഡം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസിയാണ്. ഒരു ടൈമിങ് നമുക്ക് തന്നെ ഒരു ഫ്ലോയിൽ പറയാൻ പറ്റും. പിന്നെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് കുറേ സിംഗിൾ ഷോട്ട് ഉണ്ട്. ഇപ്പോൾ ഒരു അങ്ങനത്തെ പെർഫോം സീനുകളെല്ലാം നോക്കിയാൽ അത് വെച്ച് തന്നേക്കാണ് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കുമ്പളങ്ങി നൈറ്റ്സ് സോബിനായിട്ടുള്ള കുറെ ഭയങ്കര അത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആണ് ആ സീൻസ് ഇപ്പോഴും. ആ ആക്ടിങ് സമയത്തുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഓർമ്മ? പ്രത്യേകിച്ച് ചേട്ടാന്ന് വിളിക്കാൻ പറയുന്ന സീനൊക്കെ. അതായത് ആ ഷൂട്ട് ബാക്കി എല്ലാ സിനിമകളിൽ നിന്നും വ്യത്യസ്തമാണ്. വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൗബിക്കായാലും അവിടെ ആ തുരുത്തി വന്നിട്ട് നേരെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ആളായിട്ട് നിൽക്കും. ഇപ്പം ബാസി ബ്രോ ആണെങ്കിലും അവിടെ വന്നിട്ട് വേറൊരാളാണ്.
അതായത് ആ വ്യക്തിയാണ് എന്നുള്ള സാധനമാണ്. അത് ക്യാരക്ടേഴ്സായിട്ട് അവിടെ ഇങ്ങനെ കുറേ പേര് നിൽക്കുകയാണ്, അവിടെ നിൽക്കുക. ഇപ്പം മാത്യു ആണെങ്കിലും നമ്മളുടെ ഒരു അനിയൻ, ഈ സീൻ നമുക്ക് ഫീൽ ചെയ്യാണ്, അല്ലാതെ ഓഫ് സ്ക്രീനും ഫീൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പം നമ്മൾ അവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഷർട്ട് ഇട്ടിട്ടാണ് നിൽക്കണം. അപ്പോൾ ഷാൻ ചേട്ടൻ പറഞ്ഞു ഷർട്ട് വേണമെന്നില്ല, ഇനി ഷർട്ട് വേണ്ട, ഈ സീൻ ഷർട്ട് വേണ്ട നമുക്ക് നോക്കി അവിടെ ഇരിക്കുന്നു. അപ്പോൾ തേങ്ങയും ശർക്കരയും തന്നത് കഴിക്കാൻ തന്നത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എനിക്ക് മുമ്പ് ഇഷ്ടമുള്ള സാധനം. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു വെറുതെ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്, ഇതിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. കുറച്ച് ഡയലോഗ് എനിക്ക് തന്നു, കുറച്ച് ഡയലോഗ് തന്നു. അതൊരു ഷോട്ട് എടുത്തു, അത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സിനിമയുടെ ഷൂട്ട് കഴിയും വരെ ഈ സീനുകളൊന്നും ഇത്രയും ശ്രദ്ധിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുമെന്നോ മനസ്സിൻ്റെ എവിടെയും ഞാൻ ചിന്തിച്ചിട്ടില്ല. ജസ്റ്റ് ഡിഡ് ഇറ്റ് എന്നുള്ളതാണ്. ജസ്റ്റ് അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയി. അവർക്ക് വേണ്ടിയിട്ട്, അതായത് അവർക്ക് ആ ക്ലേ ഇത് ചെയ്യാൻ വേണ്ടി നിന്നു കൊടുത്തു എന്നുള്ള പോലെ ഒരു ക്ലേ ആയിട്ട് നിന്നു കൊടുത്താണ്. അത് അവർ സെറ്റ് ചെയ്തതും അവരങ്ങനെ ഒരു വേൾഡ് സെറ്റ് ചെയ്തതും ഒക്കെ അത് ഭയങ്കരമായിട്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം. കാര്യം അങ്ങനെ ഒരു സിനിമ സെറ്റിൽ എനിക്കൊന്ന് രാജീവ് സാറിൻ്റെ സിനിമ സെറ്റുകൾ പിന്നെയും അതിനോട് ബന്ധപ്പെട്ട് കിടക്കും. ബാക്കി ഒരു സിനിമ സെറ്റ് ഇങ്ങനെയൊന്നും അല്ല. അതെന്ന് വെച്ചാൽ അതൊരു മോശം കാര്യമായിട്ടല്ല, അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. ഒരു വർക്കിംഗ് കൾച്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും ഇത്തരം സിനിമകളും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ സിംഗ് സൗണ്ടും കൂടെ ആയതുകൊണ്ട് പൊതുവേ നല്ല സൈലൻറ്റാണ്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ജനറേറ്ററിൻ്റെ സൗണ്ട്, ക്യാരൻ്റെ സൗണ്ട്, ആ സൗണ്ട് ഈ സൗണ്ടിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ വന്നിട്ടായിരിക്കും ലൈറ്റ് കുറേ പറയുന്ന ഒരു പ്രഷറൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പലപ്പോഴും. ഇതങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ആ ഒരു വേൾഡിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 42 days തന്നെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉള്ളൂ, ഒരുപാട് ഡേയ്സും ഷൂട്ട് ചെയ്തിട്ടില്ല. ഭയങ്കര മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പെർട്ടിക്കുലർ സീൻ ഒരുപാട് ടേക്ക് എടുക്കേണ്ട വന്നു? ഇല്ല, അതാണ് ഒരു ടേക്കാണ് തോന്നുന്നത്. ഒരു ടേക്കാണെന്ന് എൻ്റെ ഓർമ്മ. എത്രത്തോളം ബോബിയിൽ ഷെയ്ൻ നിഗമുണ്ട്? ബോബിയിലുണ്ട്, അത്യാവശ്യം. ഷെയ്നെ ഒബ്സർവ് ഒക്കെ ചെയ്യുമോ മറ്റുള്ള ആൾക്കാരെയൊക്കെ? ജനറലി ആക്ടേഴ്സ് ഒബ്സർവ് ചെയ്യുന്ന പോലെ അവരുടെ ട്രേറ്റ്സ്, അവരുടെ ചില മാനറിസംസ്, സംസാരിക്കുന്ന രീതി? ഇതിൻ്റെ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒബ്സർവ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ നോക്കിയാൽ ഒന്നും എൻ്റെ തല കയറില്ല. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ ജനറലി ഇപ്പോൾ അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാനൊന്നും ഒബ്സർവ് ചെയ്യണില്ല. പക്ഷേ തിരിച്ച് പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ എന്തോ ഒരു സാധനം എനിക്ക് കിട്ടും അവരിൽ നിന്നും. പിന്നെ എൻ്റേതായ രീതിയിൽ എനിക്കത് ചിലപ്പോൾ ഡെലിവർ ചെയ്യാൻ പറ്റിയേക്കാം. എനിക്ക് അതേപോലെ എനിക്ക് അങ്ങനെ ഒരു പവർ ഉണ്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ ഒരു ഇമിറ്റേഷൻ സാധനം എനിക്ക് ഉണ്ടോ എന്ന് എനിക്ക് ഇല്ല എന്നാണ് തോന്നണേ.